types of relations. അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു empty relation. empty relation. null set ആണ് empty relation. null set എന്ന് പറയുമ്പോൾ ഈ null set എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ക്രോസ് പ്രോഡക്റ്റിന്റെ A ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ അതിന്റെ സബ്സെറ്റ് ആയപ്പോൾ സബ്സെറ്റുകളാണ് എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് റിലേഷൻ. അപ്പോൾ നൾ സെറ്റ് എന്നുള്ളത് ഒരു സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ആ നൾ സെറ്റ് എന്നുള്ള ആ സബ്സെറ്റ് ഒരു റിലേഷൻ ആണ്. അപ്പോൾ ഈ നൾ സെറ്റ് എന്നുള്ള റിലേഷനെ നൾ സെറ്റ് എന്നുള്ള ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എംപ്റ്റി റിലേഷൻ. രണ്ട് യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ സെറ്റ്. ഫുൾ സെറ്റ്. ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ എ ക്രോസ് ബി നമ്മൾ കണ്ടെത്തുമ്പോൾ എ ക്രോസ് ബി തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റാണ്. എ ക്രോസ് ബി തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളാണ് റിലേഷൻ. അപ്പോൾ എ ക്രോസ് ബി ആണ് ഫുൾ സെറ്റ്. അപ്പോൾ ആ വലിയ സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എടുക്കുമ്പോൾ എ ക്രോസ് ബി നമ്മൾ എഴുതും. അപ്പോൾ എയിലുള്ള ഓരോ എലമെന്റും ആ ബിയിലുള്ള എലമെന്റുകളുമായി എല്ലാ എലമെന്റുകളുമായി ഇത് നിർണ്ണയിക്കും. അപ്പോൾ ഫുൾ ആയിട്ട് ഒരു റിലേഷൻ കിട്ടും, സെറ്റ് കിട്ടും. ആ സെറ്റിനെ വിളിക്കുന്ന പേരാണത് എന്ത് യൂണിവേഴ്സൽ റിലേഷൻ. ഇനി നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുന്നതിന് പകരം എയിൽ നിന്ന് എയിലോട്ടാണ് പറഞ്ഞത്. അപ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ് നൾ സെറ്റ്. അപ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ് നൾ സെറ്റ് എന്ന് പറയുമ്പോൾ നൾ സെറ്റ് കണ്ടെയ്ൻ എ ക്രോസ് എ. ഇതാണ് റിലേഷൻ യൂണിവേഴ്സൽ എംപ്റ്റി റിലേഷൻ. ഇനി ഫുൾ സെറ്റ് എന്ന് പറയുമ്പോൾ ആറ് എന്ന് പറയുന്നത് എ ക്രോസ് എ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എന്ന് പറഞ്ഞാൽ എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ എ സെറ്റ് എ ഈസ് കോൾഡ് അല്ലെങ്കിൽ എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് കോൾഡ് യൂണിവേഴ്സൽ റിലേഷൻ ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവരി എലമെന്റ് ഓഫ് എ. ഇവിടെ നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. ഇനി നമ്മൾ പറയുന്നത് മൂന്നാമത് നമ്മൾ പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ. റിഫ്ലെക്സീവ് റിലേഷൻ പറയാം. നാലാമത് സിമെട്രിക് റിലേഷൻ. അഞ്ച് ട്രാൻസിറ്റീവ് റിലേഷൻ. ആറ് ഇക്വലൻസ് റിലേഷൻ. ഇത് രണ്ടെണ്ണം പോട്ടെ. ഇനി നമുക്ക് ഇതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരു റിലേഷൻ റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവുമായ അത് ഇക്വലൻസ് ആയിരിക്കും. ഇത് മൂന്നും ഒരു റിലേഷൻ ഹോൾഡ് ചെയ്താൽ മാത്രമേ ഇക്വലൻസ് ആവൂ. അപ്പൊ ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ഇവർ മൂന്നുപേരോട് ഇൻക്ലൂഡ് ചെയ്യുന്നത് പറയാൻ. അപ്പം എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ എയിലുള്ള ഒരു റിലേഷനാണ് ക്യാപിറ്റൽ ആർ ഈസ് സെഡ് ടു ബി ഇക്വലൻസ് റിലേഷൻ ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇനി നമ്മൾ റിഫ്ലെക്സീവിനെ കുറിച്ചും സിമെട്രിക്കിനെ കുറിച്ചും ട്രാൻസിറ്റീവിനെ കുറിച്ചും ആണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നോക്കിയിരിക്കുക. ഒരു നിമിഷം. അപ്പൊ ഒന്ന് കുറിക്കുക. അടുത്ത പോയിന്റ് എടുത്ത് കുറിക്കുക. അപ്പൊ ഇത്രയും കുറിച്ചോളൂ. ഒന്ന് കുറിച്ചോളൂ. A relation capital in a set capital A. A relation capital in a set capital A is called equivalence relation. If R is capital R is a reflexive comma symmetric and transitive.
ഇനി നമ്മൾ ഓരോന്നായിട്ട് പറയാൻ പോകണേ, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം റിഫ്ലക്സീവ് റിലേഷൻ. റിലേഷൻ എപ്പോഴാണ് റിഫ്ലക്സീവ് ആവുന്നത്? റിഫ്ലക്സീവ് റിലേഷൻ. ഞാൻ ഏതൊരു സെറ്റ് എടുത്തു, 1 2 3 ഏതൊരു സെറ്റ് എടുത്തു, ഈ റിലേഷൻ ഞാൻ എഴുതി R സമം 1 1 2 2 3 3 1 3 2 3 ആണ് ഈ റിലേഷൻ. ഇവിടെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ റിലേഷനിലേക്ക് സൂക്ഷിച്ചു നോക്കുക. ഈ റിലേഷനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ 1 നെ 1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഈ ഏതൊരു സെറ്റിൽ ഉള്ള എലമെന്റ്സ് 1 2 3 ആണ്. 1 2 3 ആണ്. ഇനി റിലേഷൻ എഴുതിയപ്പോൾ 1 നെ 1 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു, 2 നെ 2 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു, 3 നെ 3 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു, 1 നെ വീണ്ടും 3 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു, 2 നെ 3 ആയിട്ട് റിലേറ്റ് ചെയ്യുന്നു. എന്തായി ഇവിടെ? അപ്പൊ ഇവിടെ 1 നെ 1 ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നു, 2 നെ 2 ആയി റിഫ്ലക്ട് ചെയ്യുന്നു, 3 നെ 3 ആയി റിഫ്ലക്ട് ചെയ്യുന്നു. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യിച്ചാൽ ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നടപ്പട്ടെ, ഒന്നുപോലില്ല ഉണ്ടാവട്ടെ. ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യിച്ചാൽ ഈ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഏഴിൽ ഏതൊക്കെ എലമെന്റുകൾ ഉണ്ടോ 1 2 3 ഉണ്ടെങ്കിൽ നിശ്ചയമായും 1 നെ 1 ആയി റിലേറ്റ് ചെയ്യണം, 2 നെ 2 ആയി റിലേറ്റ് ചെയ്യണം, 3 നെ 3 ആയി റിലേറ്റ് ചെയ്യണം. ആ 3 കാര്യങ്ങൾ 1 നെ 1 ആയി, 2 നെ 2 ആയി, 3 നെ 3, ഈ 3 ഐറ്റങ്ങളും ഈ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിലേഷൻ എന്താവത്തുള്ളൂ, റിഫ്ലക്സീവ് ആവുള്ളൂ. ഇത് അതേ വലിയ എന്താ പറയാ, അത് ഉൾപ്പെട്ടാലും ഉൾപ്പെട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഉൾപ്പെട്ടെങ്കിൽ ചുമ്മാ കിടന്നോട്ടെ, അതൊരു വഴിക്ക് പോയാലും ചുമ്മാ കിടന്നോട്ടെ. അത് ഉണ്ടായാലും ഇല്ലെങ്കിൽ, ഇത് ഉണ്ടായാലും ഇല്ലെങ്കിൽ, ഇത് കട്ടായാലും കട്ടായില്ലെങ്കിൽ നമുക്ക് റിഫ്ലക്സ്. പക്ഷെ ഇതിലേതെങ്കിലും ഒരെണ്ണം കട്ടായി പോയാൽ ഈ റിലേഷൻ ഇതല്ല റിഫ്ലക്സീവ് പറയുന്ന പുസ്തകം. അപ്പോ ശരിക്കും പറഞ്ഞാൽ റിലേഷൻ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എയുമായിട്ട് റിഫ്ലക്ട് ചെയ്യും, ബിലോങ്സ് ടു ക്യാപിറ്റൽ ഈ റിലേഷന്റെ മെമ്പർ ആണ്. അപ്പോ a relation capital is said to be reflexive if ordered pair a belongs to capital. For every a belongs to capital, a യിലുള്ള എലമെന്റ് ആണ് സ്മോൾ എന്ന് പറഞ്ഞാൽ for every എല്ലാ എലമെന്റുകളുമായി എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ എലമെന്റിനും ആ എലമെന്റുമായി റിഫ്ലക്ട് ചെയ്യണം. അങ്ങനെ റിഫ്ലക്ട് ചെയ്താൽ നമുക്ക് ആ റിലേഷൻ റിഫ്ലക്സീവ് ആണ് പറയാം. സപ്പോസ് ഇതില്ലാതെ ഇങ്ങനെയാണ് ഇത് റിഫ്ലക്സീവ് ആണെന്ന് വെച്ചാൽ റിഫ്ലക്സീവ് അല്ല, കാരണം 3 നെ 3 റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് റിലേഷൻ എന്തല്ല, റിഫ്ലക്സീവ് റിലേഷൻ അല്ല. മനസ്സിലായോ? അപ്പോ ശരിക്കും 1 2 3 ഇങ്ങനെ 3 എലമെന്റ്സുകളുണ്ട്. അങ്ങനെ 3 എലമെന്റ്സുകൾ ഉണ്ടെങ്കിൽ എയിലുള്ള ഒരു റിലേഷൻ റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിലേഷൻ എഴുതി. അങ്ങനെ 1 ന് 1 ഉണ്ടായിരിക്കണം, 1 ന് 1 ബന്ധം ഉണ്ടാവണം, 2 ന് 2 ബന്ധം ഉണ്ടാവണം, 3 ന് 3 ബന്ധം ഉണ്ടാവണം. അത് നിശ്ചയമായും ഉണ്ടാവണം. പക്ഷേ 1 ന് 3 അല്ലെങ്കിൽ 1 ന് 4 3 അല്ലെങ്കിൽ 1 ന് 2 അല്ലെങ്കിൽ 2 ന് 3 ആ ബന്ധങ്ങൾ ഉണ്ട് പോലും ഇല്ല പോലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവിടെ കിടന്നോട്ടെ, ചുമ്മാ കിടന്നോട്ടെ. ഇങ്ങനെ റിലേഷൻ എന്താണ്, റിഫ്ലക്സീവ് ആണ്. ഇതും കൂടെ ഉണ്ടെങ്കിൽ ഇതില്ലായെങ്കിൽ റിഫ്ലക്സീവ് അല്ല. ഇനി ഒരുപക്ഷെ ഇതില്ല എങ്കിൽ ഇതെന്താണ്, അപ്പോഴും റിഫ്ലക്സീവ് ആണ്. കാര്യം 1 ന് 1 2 ന് 2 3 ന് 3 അപ്പോൾ റിഫ്ലക്സീവ് ആണ്. ഇതിനെ ഈ റിലേഷൻ ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്ന റിലേഷനെ റിഫ്ലക്സീവ്, അതുപോലെ തന്നെ ഇതിനെ നമുക്ക് വിളിക്കാം ഐഡന്റിറ്റി റിലേഷൻ. ഐഡന്റിറ്റിയാണ് ഐഡന്റിറ്റി റിലേഷൻ എന്ന റിലേഷനാണ് ഐഡന്റിറ്റി റിലേഷൻ. അപ്പോൾ എഴുതിയോ, കൺസിഡർ capital A is equal to 1 2 3, then R is equal to ordered by 1 1 comma separated ordered by 1 1 comma ordered by 2 2 comma ordered by 3 3 comma ordered by 1 3 comma ordered by 2 3 is a reflexive relation. സംശയമുള്ള സൈഡിൽ കുറിച്ചുള്ള here ordered by 1 1 ordered by 2 2 ordered by 3 3 or including
including the given relation. Including the given relation. ഒരു 4 എന്നുള്ള നമ്പർ ഉണ്ടെങ്കിൽ 4 4 ഉണ്ടാവും എങ്കിൽ മാത്രമേ റിഫ്ലക്സീവ് ആവുള്ളൂ. നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുന്നു, റിഫ്ലക്സീവ്. ക്ലിയർ ആയല്ലോ? ഇനി അതിന്റെ ഡെഫിനിഷൻ എഴുതിയോ. A relation capital in a set capital is said to be a relation capital in a set capital is said to be reflexive if ordered pair of A belongs to capital comma for a very small a belongs to capital. ഇനി ഇങ്ങനെയുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ ഈ ബന്ധം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി നമുക്ക് പറയാം. ചില ആൾക്കാരുണ്ട് ഈ സ്വാർത്ഥ ചിന്താഗതികളുണ്ട്, അവർക്ക് അവരുമായിട്ട് മാത്രം ബന്ധങ്ങളുള്ളൂ. അവരുടെ പിന്നെ എന്താ പറയുക, അവരെ ടേസ്റ്റ്, അവരെ സോപ്പ്, അവരെ കോപ്പ്, അവരെ ബ്രഷ് വേറെ ആർക്കും പല്ലിക്കാൻ കൊടുക്കില്ല, അവർ സ്വന്തമായിട്ട് വേറെ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. അവരുമായിട്ട് മാത്രമേ സ്വാർത്ഥ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് സിമ്പിളായിട്ട് പറയാം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള റിലേഷൻ അത് റിഫ്ലക്സീവാണ്. അവരുമായിട്ട് മാത്രം റിഫ്ലക്ട് ചെയ്യുന്നു, അവർ ഓരോരുമായി എന്ത് ചെയ്യുന്നില്ല, റിഫ്ലക്ട് ചെയ്യുന്നതേ ഇല്ല, ലൈക്ക് ചെയ്യുന്നതേ ഇല്ല. ദാറ്റ് മീൻസ് റിഫ്ലക്സീവ് റിലേഷൻ. മനസ്സിലായല്ലോ? ശരി ശരി, ഒന്ന് വായിച്ചു നോക്കിക്കൊടുത്തേ. ഓക്കെ, ഇനി നോട്ട്, അടുത്ത നോട്ട്. അതിലൂടെ 2-3 പഠിക്കും. നോട്ട് ഇത് എ ആണ്. A = 1 2 3 ശരിയല്ലേ? അപ്പൊ A ക്രോസ് ചെയ്യുന്നത് 1 1 1 2 അല്ലേ? അടുത്ത 1 3 2 1 2 2 2 3 ശരിയല്ലേ? അടുത്ത 3 1 3 2 3 3. ഇതാണ് A ക്രോസ്. ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, എക്ക് അത് 1 2 3 അല്ലേ? അപ്പൊ 1 1 വേണം, 1 1 ഉണ്ട്, 2 2 വേണം, 2 ഉണ്ട്, 3 3 വേണം. ഇത് 3 എണ്ണവും മസ്റ്റായിട്ട് വേണം, നിർബന്ധമായും വേണം. ബാക്കിയുള്ള ജീവികൾ നോക്കാം. അപ്പൊ ഇത് എങ്ങനെ റിലേഷൻ ആണ്? റിഫ്ലക്സീവ് ആണ്. അപ്പൊ എഴുതിയോ നോട്ട് നമ്പർ 1. A cross A, the relation A cross A കാര്യം ഏതൊരു അതിന്റെ സബ്സെറ്റ് ആണ് റിലേഷൻ. അപ്പൊ A cross A തന്നെ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്, A cross A സബ്സെറ്റ് ആണ് അല്ലേ? അപ്പൊ ഇത് റിലേഷൻ. The relation A cross A is always A cross A നെ ബ്രാക്കറ്റ് കുറിക്കാൻ ഫുൾ സെറ്റ് എന്ന യൂണിവേഴ്സൽ റിലേഷൻ എഴുതാം. ഫുൾ സെറ്റ് യൂണിവേഴ്സൽ റിലേഷൻ അങ്ങനെ യൂണിവേഴ്സൽ റിലേഷൻ A cross A യൂണിവേഴ്സൽ റിലേഷൻ is always reflexive. ഇത് റിഫ്ലക്സീവ് ആണ്. അപ്പൊ A cross A യൂണിവേഴ്സൽ റിലേഷൻ എന്താണ്? എല്ലായ്പ്പോഴും ചിലപ്പോൾ ഒരു സ്കോറൊക്കെ ചോദിക്കാം. യൂണിവേഴ്സൽ റിലേഷൻ ഈസ് ആൾവേസ് എന്താണ്? റിഫ്ലക്സീവ്. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആണ്, റിഫ്ലക്സീവ്. ഇനി നൾ സെറ്റ്, ഇതിന്റെ A cross A ഒരു സബ്സെറ്റ് ആണ് നൾ സെറ്റ്. പക്ഷേ ഏത് എലിമെന്റ്സ് 1 2 3 അല്ലേ? ആണോ അല്ലേ? 1 2 3 ആണ്. നൾ സെറ്റിൽ 1 1 2 2 3 3 വരെ ഉണ്ടോ? ഇല്ല. പക്ഷേ നൾ സെറ്റ് ഇതിന്റെ ഒരു എന്താണ് സബ്സെറ്റ് ആണ്, റിലേഷൻ ആണ്. പക്ഷേ ആ റിലേഷൻ റിഫ്ലക്സീവ് ആവോ? ഇത് റിഫ്ലക്സീവ് ആവണമെങ്കിൽ ഇതിനകത്ത് ആര് വരണം? ഇതിലുള്ള 1 1 വരണം, 2 2 വരണം, 3 3 വരണം. അതുകൊണ്ട് വരുന്നുണ്ടോ? ഇല്ല. നൾ സെറ്റ് ഈസ് നോട്ട് എ റിഫ്ലക്സീവ് റിലേഷൻ. അപ്പോഴേക്കോ ദി എംപ്റ്റി റിലേഷൻ, രണ്ടാമത്തെ പോയിന്റ്. The empty relation is not a reflexive. Is not reflexive. അടുത്ത
ഇതിന്റെ എ ക്രോസ് എഴുതി ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി സബ്സിസ്റ്റം വേണം. ഒത്തിരി സബ്സിസ്റ്റം വരുമ്പം ഇതിന്റെ ഒരു ഈ ഒരു റിലേഷൻ ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണ്, ഇത് ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണ്, ശരിയല്ലേ? ഇനി ഇതൊരു റിഫ്ലക്സീവ് റിലേഷൻ ആണ്, ഇതൊരു റിഫ്ലക്സീവ് റിലേഷൻ ആണ്, ശരിയല്ലേ? ഇതെല്ലാം റിഫ്ലക്സീവ് റിലേഷൻ ആണെങ്കിൽ ഒരു റിഫ്ലക്സീവ് റിലേഷൻ ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് ഇതെല്ലാം റിഫ്ലക്സീവ് ആണ്, അത് ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് റിലേഷൻ ആണ്. അപ്പം ഏറ്റവും ചെറിയ റിഫ്ലക്സീവ് റിലേഷന് എത്ര എലമെന്റ്സ് ആണെന്ന് വെച്ചാൽ 3 എലമെന്റ്സ് ആണ്. 3 എലമെന്റ്സ് മീൻസ് ആ എയിൽ 3 ഉണ്ടെങ്കിൽ 3 എണ്ണം, എയിൽ 4 ഉണ്ടെങ്കിൽ 4 എണ്ണം. ഇതിപ്പോ 4 എലമെന്റ് ഉണ്ടെങ്കിൽ 1 2 3 4 എലമെന്റ്സ് NF 4. അങ്ങനെയാണെങ്കിൽ അത് ആ സെറ്റിലുള്ള റിഫ്ലക്സീവ് റിലേഷനിൽ എത്രയാണ്? 1 1 2 2 3 3 4 4 അങ്ങനെ 4 എലമെന്റ്സ് ആണ്. അപ്പോഴേക്കും അടുത്ത നോട്ട് ദ മിനിമം number of elements in the minimum number of elements ഏറ്റവും കുറഞ്ഞത് മിനിമം. അപ്പൊ ഇത് ഇതിനെ കൂടി പോകും. അപ്പൊ 3 എലമെന്റ്സ് 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ റിഫ്ലക്സീവ് റിലേഷനിൽ മിനിമം 3 എലമെന്റ്സ് ആണ്. 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ മിനിമം 4 എലമെന്റ്സ്, 4 അതിൽ കൂടുതൽ വേണം. The minimum number of elements in a reflexive relation on a set capital A is equal to n of a. കാര്യം ഇതെല്ലാം റിഫ്ലക്സീവ് ആണ്. അപ്പൊ ഇതിൽ മിനിമം നമ്പർ എന്ന് പറയുന്നത് ഇതിലാണ്. ഇത് കുറയ്ക്കില്ല. 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് റിലേഷൻസ് എത്ര വേണമെങ്കിൽ നമുക്ക് എഴുതാം. പക്ഷേ ഏറ്റവും കുറഞ്ഞ എലമെന്റ്സ് അല്ലെങ്കിൽ ഒരു റിഫ്ലക്സീവ് റിലേഷൻ ഏറ്റവും കുറവ് എലമെന്റ്സ് എത്രയായിരിക്കും എന്ന് വെച്ചാൽ 3 ഉണ്ടെങ്കിൽ 3 ആയി, പിന്നെ 3 കൂടാ. അപ്പൊ 4 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 4 ആവും, 4 കൂടാ. 5 ഉണ്ടെങ്കിൽ മിനിമം 5 കുറയ്ക്കില്ല. ഇതാണ് റിഫ്ലക്സീവ്. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ ആ എലമെന്റ്സിൽ ഓരോ എലമെന്റിനെയും ആ എലമെന്റുമായിട്ട് റിഫ്ലക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരെണ്ണത്തിന് റിഫ്ലക്ഷൻ ഇല്ല എങ്കിൽ അത് റിഫ്ലക്സീവ് അല്ല. ഇപ്പൊ ജനറലി നമുക്ക് പറയാം ഈ റിലേഷൻ ക്യാപിറ്റൽ ആർ ഇൻ എ സെറ്റ് ക്യാപിറ്റൽ എ ഈസ് സെഡ് ടു ബി റിഫ്ലക്സീവ് if ordered pair a comma a belongs to capital R. Ordered pair a comma a belongs to capital A is related to A. For every A belongs to capital A. ഓർക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിലേ ഉള്ളൂ. എയിൽ എത്ര അല്ലെങ്കിൽ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ ആ ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന്റെ റിഫ്ലക്സീവ് റിലേഷൻ എഴുതുമ്പോൾ ആ ബിയിലെ എലമെന്റ്സുകളും ഓരോ എലമെന്റ്സും അതുമായിട്ട് റിഫ്ലക്ട് ചെയ്ത് കാണണം. അപ്പൊ ബിയിൽ 10 എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്സീവ് റിലേഷൻ എഴുതുമ്പോൾ ഏറ്റവും കുറഞ്ഞ എലമെന്റ്സിന്റെ എണ്ണം വരുന്ന റിഫ്ലക്സീവ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ബി ആയിരിക്കും. ഓക്കെ, 10 ആയിരിക്കും. ഇതാണ് റിഫ്ലക്സീവ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. രണ്ടാമത് സിമെട്രിക് റിലേഷൻ. Symmetric relation. And the relation symmetric relation. Symmetric relation. Okay, symmetric relation. Symmetric relation. സിമെട്രിക് റിലേഷൻ പറയുമ്പോൾ സിമെട്രിക് എ സമം സെറ്റ് 1 2 3 ആണ്. ഞാൻ റിലേഷൻ എഴുതുന്നു. 2 3 3 2 1 1 റിലേഷൻ. ഇത് സിമെട്രിക് ആണോ എന്ന് ചോദിച്ചാൽ റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ ഒരു എലമെന്റ് ആ എലമെന്റിനെ റിഫ്ലക്ട് ചെയ്യണം. സിമെട്രിക് എന്ന് പറയുമ്പോൾ സിമെട്രിക് ഷേപ്പ്. നമ്മൾ പരാബോള സിമെട്രിക് ആണ്, സിമെട്രിക് ഷേപ്പാണ്. സിമെട്രിക് ഫേസ് സിമെട്രിക് ഷേപ്പാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഏത് ഓബ്ജക്റ്റ് എടുത്താലും ലീഫോ എന്തോ ആയിക്കോട്ടെ എടുത്താലും അതിൽ സിമെട്രിക് ഷേപ്പാണ്. സിമെട്രിക് ആയതുകൊണ്ടാണ് അതിനൊരു ഭംഗിയുള്ളത്.
നമ്മൾ പിന്നീടുന്നു നമ്മുടെ ഈ കൈകൾ നീട്ടവും ഈ കൈകൾ നീട്ടവും സിമെട്രിക് ഷേപ്പ് ആയതുകൊണ്ടാണ്. ഏതെങ്കിലും കൈ നീട്ടം കൂടുതലാണെങ്കിൽ അത് പിന്നെ സിമെട്രിക് അല്ല എങ്കിൽ അവർ അഭംഗിയാവും. അപ്പൊ ഇവിടെ സിമെട്രിക് റിലേഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു നിമിഷം നോക്കണം. ഈ റിലേഷനിൽ 2നെ 3 റിഫ്ലക്ട് ചെയ്യും. 2നെ 3 റിഫ്ലക്ട് ചെയ്തപ്പോൾ പിന്നെ 3നെ 2 റിഫ്ലക്ട് ചെയ്യും. അപ്പൊ 2 എന്നുള്ള എലമെന്റിനെ റിഫ്ലക്ട് 3 റിഫ്ലക്ട് അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ടു 3 തിരിച്ച് 3 ഈസ് റിഫ്ലക്റ്റഡ് ടു 2 1 ഈസ് റിഫ്ലക്റ്റഡ് ടു 1 then 1 ഈസ് റിഫ്ലക്റ്റഡ് ടു 1 തിരിച്ചു പറയാം. അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. 1 തിരിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോ 2നെ 3 റിഫ്ലക്ട് ചെയ്യുന്നു, തിരിച്ച് 3നെ 2 റിഫ്ലക്ട് ചെയ്യുന്നു. ഇങ്ങനെ റിഫ്ലക്ഷൻ നടക്കുകയാണെങ്കിൽ നിർബന്ധമൊന്നുമില്ല, ഉണ്ടാവണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ 2ന് 3 റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് സിമെട്രിക് ആവണമെങ്കിൽ തീർച്ചയായിട്ടും 3ന് 2 റിഫ്ലക്ട് ചെയ്യണം. ആ റിലേഷൻ 1നെ 1 റിഫ്ലക്ട് ചെയ്യുന്നു, 1നെ 1 റിഫ്ലക്ട് ചെയ്യുമ്പോൾ തിരിച്ച് 1നെ 1 റിഫ്ലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അതെന്താവത്തുള്ളൂ, സിമെട്രിക് ആവും. സിമെട്രിക്. അപ്പോ എക്ക് ബിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു, ദെൻ ബി എന്ത് ചെയ്യുന്നു, എയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ റിഫ്ലക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എയിലുള്ള എല്ലാ എലമെന്റ്സിനും റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. അതേസമയം റിഫ്ലക്സീവ് ആണെങ്കിൽ എയിലുള്ള ഓരോ എലമെന്റ്സിനെയും ആ എലമെന്റുമായിട്ട് റിഫ്ലക്ട് ചെയ്യണം. ഇവിടെ ഇപ്പൊ എന്താണ്, 2നെ 3 റിഫ്ലക്ട് ചെയ്തു, 3നെ 2 റിഫ്ലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1നെ 2 2നെ 1 റിഫ്ലക്ട് ചെയ്യേണ്ട കേസ് വല്ല അതിനാവശ്യമില്ല. അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പിടിവാശിയൊന്നുമില്ല. ഇപ്പൊ സിമെട്രിക്കിന്റെ കേസിൽ ഉണ്ടെങ്കിൽ ഇത് വേണം. ഇപ്പൊ 2നെ 3 റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പിടിവാശിയുള്ളൂ. 3നെ 2 റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എന്താണ്, സിമെട്രിക് റിലേഷൻ. അപ്പോ 2നെ 3 റിഫ്ലക്ട് ചെയ്യുന്നു, തിരിച്ച് 3നെ 2 റിഫ്ലക്ട് ചെയ്യുന്നു. 1നെ 1 റിഫ്ലക്ട് ചെയ്യുന്നു, തിരിച്ച് 1നെ 1 റിഫ്ലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ റിലേഷൻ എന്താണ്, സിമെട്രിക് റിലേഷൻ. A is equal to set 1 2 3 1 2 3 1 2 3 1 2 3 അതിലേക്ക് R സമം set ordered by 2 3 3 2 1. ഇനി ഒരു പക്ഷേ ഇത് കട്ട് ചെയ്യും, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇതുണ്ടെങ്കിൽ ഇത് സിമെട്രിക് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻ ഉണ്ട്, ഈ ഒരു റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ഇത് വേണം, എങ്കിൽ മാത്രമേ. പക്ഷെ ഇത് രണ്ടും ഇല്ല, ഇത് മാത്രമായാലും സിമെട്രിക് ആവും. മനസ്സിലായല്ലോ? വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഇത് ഉണ്ടെങ്കിൽ പിടിവാശിയാണ്. പുട്ടാണ് കാപ്പിയെങ്കിൽ പപ്പടവും പയറും അല്ലെങ്കിൽ പഴം കമ്പൾസറിയാണ്. പറയാൻ സാധിക്കും, കമ്പൾസറിയാണ് എന്ന് പറയുന്നത് ഉണ്ടാവണം, എങ്കിലും പുട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിർബന്ധമില്ല, പുട്ട് തന്നെ വേണമെന്നില്ല. ചിലർക്ക് നിർബന്ധമില്ല, രാവിലെ എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും തന്നെ വേണം, പിടിവാശിയുള്ളത്. ചിലർക്ക് പിടിവാശിയില്ല, പുട്ടോ എന്തോ ആയിക്കോട്ടെ. പക്ഷെ പുട്ടാണ് ഇന്നത്തെ കാപ്പിയെങ്കിൽ എന്ത് വേണം, ഒന്നെങ്കിൽ പപ്പടവും പയറും വേണം. പപ്പടവും പയറും ഉണ്ടെങ്കിലേ പുട്ട് കഴിക്കുള്ളൂ. ഇഡ്ഡലി ആണ് കാപ്പിയെങ്കിൽ എനിക്ക് എന്ത് വേണം, സാമ്പാർ വേണം, അല്ലെങ്കിൽ ചമ്മന്തി വേണം, പിടിവാശിയുണ്ട്. പക്ഷേ ഇഡ്ഡലി തന്നെ കാപ്പി ആവണമെന്ന് പിടിവാശിയില്ല. ഓക്കെ എന്ന് പറയുന്ന പോലെ 2 3 ഉണ്ടെങ്കിൽ പിടിവാശിയുണ്ട്, 3 2 വേണം. പക്ഷെ 2 3 ഉണ്ടാവണമെന്ന് പിടിവാശിയൊന്നുമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ ഇത് വേണമെന്നേ പിടിവാശി. ഇതാണ് എന്ത്, സിമെട്രിക് റിലേഷൻ. അപ്പൊ എഴുതിയോ, A സമം സെറ്റ് 1 2 3, R സമം 2 3 3 2 1 is symmetric relation. Definition ചെയ്യോ, a relation capital in a set capital A, a relation capital in a set capital A is said to be symmetric relation if ordered pair A comma B belongs to capital R, ordered pair A comma B belongs to capital R, implies ordered pair B comma A belongs to capital R. Ordered pair A comma B belongs to capital R implies ordered pair B comma A belongs to capital R. എന്ന് പറഞ്ഞാൽ
എ ബി എന്ന് പറയുന്ന മെമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ബി എന്നുള്ള മെമ്പർ ആണ്. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു എ. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു A. ഇനി ഓർഡേർഡ് പെയർ A, B belongs to capital എന്ന് പറഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് A is related to B. A B യുമായി റിലേറ്റ് ചെയ്യുന്നു. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം. That is A is related to B, which implies B is related to A. For all A, B belongs to capital. A നെ B യുമായി റിലേറ്റ് ചെയ്യുന്നെങ്കിൽ അതിൽ നിന്നും നമുക്ക് എന്തും വേണം, പിടിവാശിയുണ്ട്. B നെ A യുമായി റിലേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഇത് സിമെട്രി. ഒരു എക്സാമ്പിൾ നോക്കാം സിമെട്രി. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സെറ്റ് പേഴ്സണൽ സെറ്റ് 1 2 3 4. റിലേഷൻ R സമം 1 1 2 2 3 3 4 4 1 2 2 1 then 3 4. റിലേഷൻ ഇങ്ങനെ റിലേഷൻ എല്ലാവരും ശ്രദ്ധിക്കുക. റിലേഷൻ ഞാൻ റിലേഷൻ എഴുതുമ്പോൾ 1 1 2 2 3 3 4 4 ഏഴ് 1 2 3 4 ബാക്കിയുള്ള ഇത്രയും കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ കഴിയും. ഇനി സിമെട്രിക് നോക്കുമ്പോൾ 1 2 ഓക്കെ 1 2 കൊണ്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായും 2 1 കൊണ്ട് റിഫ്ലക്ട് ചെയ്യണം. ഇത് ഉണ്ടപ്പോൾ ഇത് വന്നപ്പോൾ പിടിവാശി ഇത് വേണം. ഇനി 3 4 ഉണ്ട്. 3 4 വന്നാൽ പിടിവാശി ഉണ്ട്. 4 3 കൂടെ വേണം. 3 4 വന്നാൽ എന്ത് വേണം? 4 3. ഇത് ഇല്ല എങ്കിൽ ഇത് ഓക്കെ സിമെട്രിക് ആണ്. ഇത് വന്ന സ്ഥിതിക്ക് നമുക്ക് പിടിവാശി കൂടിയേ തീരുള്ളൂ. 3 4 വന്നാൽ നമുക്ക് എന്തും വേണം, 4 3 വേണം. അപ്പൊ 4 3 ഇല്ലാത്തതുകൊണ്ട് ഇതെന്തല്ല, സിമെട്രിക് റിലേഷൻ അല്ല, വിച്ച് ഇസ് നോട്ട് എ സിമെട്രി. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, റിഫ്ലക്സീവും സിമെട്രിയും. ഇതെന്തല്ല, സിമെട്രി. ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ നോട്ടോടെ പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സിമെട്രി കഴിയും. സിമെട്രി സിമെട്രി ഇതിന്റെ ക്രോസ് എടുക്കുകയാണെങ്കിൽ എല്ലാ എലമെന്റ്സും വരുമല്ലോ. ക്രോസ് എടുത്ത് നോക്കാം. എ ക്രോസ് എന്ത് വരും? 1 1 1 2 1 3 1 4 ശരിയല്ലേ? അടുത്ത 2 1 2 2 2 3 2 4 3 1 3 2 3 3 3 4 അടുത്ത 4 1 4 2 4 3 4 4. ഇതാണ് ഈ പ്രോസസ്. ശരിയല്ലേ? ഒന്നും രണ്ടും ഉണ്ടെങ്കിൽ 1 2 റിഫ്ലക്ട് ചെയ്യാൻ 2 1 കൊണ്ട് നടക്കും. 1 3 ഉണ്ടെങ്കിൽ 3 1 നടക്കും. 1 4 ഉണ്ടെങ്കിൽ 4 1 നടക്കും. ഇനി 2 2 ഒക്കെ 2 3 ഉണ്ടെങ്കിൽ 3 2 2 4 ഉണ്ടെങ്കിൽ 4 2 3 4 ഉണ്ടെങ്കിൽ 4 3 എല്ലാം ഉണ്ട്. ഇത് എക്രോസ് എന്നുള്ളത് ഓൾവേസ് സിമെട്രിക്കും ആണ്, റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് ആണ് 1 1 2 2 3 3 3 3 4 4 എല്ലാം. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. അപ്പോൾ എഴുതും the relation across a എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ റിലേഷൻ is always symmetric. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇതിന്റെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ നൾ സെറ്റ് ഇതിന്റെ ഒരു സബ്സെറ്റ് ആണ് അല്ലേ? ഇതിന്റെ സബ്സെറ്റ് എഴുതുമ്പോൾ നൾ സെറ്റ് ഇതിന്റെ സബ്സെറ്റാണ്. നൾ സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് റിലേഷനാണ്. ഈ നൾ സെറ്റ് സിമെട്രിക് ആണെന്ന് വെച്ചാൽ നൾ സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നുമില്ല. എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ 1 2 എന്നുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ മതി 2 മതി. 3 2 എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ടെങ്കിൽ മതി 2 മതി. എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. അത് ഓൾറെഡി എന്ത് തന്നെയാണ്, സിമെട്രിക് ആണ്. അപ്പോൾ empty relation is symmetric. അതേസമയം റിഫ്ലക്സീവ് അല്ല. റിഫ്ലക്സീവ് ആണെങ്കിൽ ആ ഏരിയയിലുള്ള ഓരോ എലമെന്റിന്റെയും റിഫ്ലക്ട് ചെയ്യുന്ന ഓരോ എലമെന്റ് 1 1 2 2 3 3 4 4 റിഫ്ലക്ട് ചെയ്യുന്ന സാധനം മസ്റ്റായിട്ട് നിർബന്ധമായിട്ട് ഉണ്ടാവണം. പക്ഷെ ഇവിടെ നിർബന്ധം പിടിവാശിയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ മറ്റത് വേണം.
ഇഡ്ഡലി ആണെങ്കിൽ സാമ്പാർ വേണമെന്ന് പറയുന്ന പോലെ, അല്ലാതെ ഇഡ്ഡലി തന്നെ രാവിലെ കാപ്പി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പറഞ്ഞ ദിവസം ഏത് വേണമെങ്കിലും മതി. പക്ഷെ അവിടെ പിടിവാശിയില്ല. ആ പിടിവാശി വരുന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ 1, 2 എന്നുള്ള ഒരു ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ മാത്രമേ പിടിവാശി ഉള്ളൂ. ഇല്ലെങ്കിൽ ഒന്നുമില്ല. എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിലും അതെന്ത് തന്നെയാണ്? അത് സിമെട്രിക് തന്നെയാണ്. അപ്പം the empty relation means null set is a symmetric relation. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. റിഫ്ലക്സീവ് പറഞ്ഞു, സിമെട്രിക്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ ഐഡിയ എല്ലാ കാര്യങ്ങളും അവിടെ വേണം. മറ്റേത് പിടിവാശിയില്ല.